കാറ്റിലെ കിളിക്കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ സുഭാഷ് ജ്യോതിയെടുത്ത് സംസാരിക്കുന്നുണ്ടിട്ട് നമ്മുടെ നികേഷ് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നികേഷ് വന്ന് പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല. അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പം നികേഷ് പറയുന്നുണ്ട്, രാവിലെ എണീറ്റ് ദോശ ഉണ്ടാക്കും, ചോറുണ്ടാക്കും, അത് രാത്രി ചൂടാക്കി കഴിക്കും, അതിൻ്റെ കൂടെ മെഴുക്കുവരട്ടുണ്ടാക്കും, പോരെ സംസാരം. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അയ്യേ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, കുക്കിങ്ങിനെ പറ്റി ചോദിച്ചാൽ വളവളാന്ന് സംസാരിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അപ്പം നിധി പറയുന്നുണ്ട്, അത് വിട്, സുഭാഷ് ഏട്ടൻ എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കട്ടെ, എന്തായാലും കല്യാണം കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ എങ്ങനെയാണെന്ന് അറിയേണ്ടതല്ലേ. സുഭാഷ് ആണെങ്കിൽ പാചകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ജ്യോതിക്കോ അല്ലാതെയൊക്കെ വരുന്നുണ്ട്. ജ്യോതിയുടെ മുഖഭാഗമൊക്കെ മാറുന്നു. അതിനുശേഷം സുഭാഷ് ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും ജ്യോതി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ജ്യോതി ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുഭാഷും അങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്നില്ല. അവൻ ജ്യോതി എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ സുഭാഷ് നമ്മുടെ പണിസ്ഥലത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറയുന്നത്. ഇത് കേട്ട് പിന്നെയും ജ്യോതിയൊക്കെ വല്ലാതാവുകയാണ്. ജ്യോതി പിന്നെ എന്നിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട്. അതേസമയം നിധിയും നികേഷും അമ്പലത്തിൽ വെച്ച് നമ്മുടെ സുനന്ദയെ കാണാൻ. സുനന്ദ പറയുന്നുണ്ട്, ഇവിടുത്തെ നാഗദൈവത്തിന്റെ മുന്നിൽ 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ച ഏത് നടക്കാത്ത കാര്യവും നടക്കുന്ന ഞാൻ ആ വഴി കൂടെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു, അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ കഴിയുക. നിധി സുധീഷിനോട് പറയുന്നുണ്ട്, സുനന്ദയ്ക്ക് ആ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യം. ഭാഷേട്ടനും നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് മാത്രമാണ് കല്യാണത്തിന് തയ്യാറായത്. ഞാൻ പലതവണ പറഞ്ഞതാ, എന്നാലും പറയാ, ശരിക്കും കെട്ടേണ്ടത് അവരല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരുടെ വിവാഹം നടത്താൻ പറ്റില്ലെന്നാണോ പറയുന്നത്? എൻ്റെ കൂടെ നിന്ന ആളല്ലേ ഇയാള്, അപ്പം സ്വന്തം ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ പറയാമോ? അത് നിധി തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് വരണമെന്ന് ഞാൻ തീരുമാനിച്ചു. സുധീഷ് എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, ആ ധൈര്യമൊന്നും സുനന്ദയ്ക്കില്ല. അതിനുശേഷം ജ്യോതി വീണ്ടും സുഭാഷിനെ വിളിക്കുകയാണ് കേട്ടോ. പക്ഷെ സുഭാഷിനടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോഴും സുഭാഷ് ഫുഡിൻ്റെ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പച്ചക്കറികളൊക്കെ ആരാ വാങ്ങിക്കുന്നത്, സുഭാഷ് എന്താ കൊണ്ടുവന്നേ കഴിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ജ്യോതി വീണ്ടും പറയുന്നുണ്ട്, ശരി ഞാൻ ഫോൺ വെക്കാമെന്ന് പറഞ്ഞിട്ട് ജ്യോതി ഫോൺ വെക്കുകയാണ്. അതിനുശേഷം ഭാസ്കരൻ നിധിക്കായിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണേ. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇത് നിനക്ക് മാത്രം കഴിക്കാനുള്ളതാണ്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇത് ആർക്ക് വേണം. എന്നിട്ട് നിധി എല്ലാവർക്കും അത് വീതിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ല. അച്ഛൻ അമ്മയെ. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.